ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മൈസെൽഫ് സുഹേൽ ഖാൻ. അപ്പോൾ ഇന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു വണ്ടി പ്രാന്തന്മാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഒരു മോഡിഫൈഡ് വണ്ടി ഒന്ന് ഓടിക്കുക, ഒരു മോഡിഫൈഡ് വണ്ടി ഒന്ന് കൊണ്ടെടുക്കുക, ഒരു മോഡിഫൈഡ് വണ്ടി ഒന്ന് ഒരു കോളേജ് പരിപാടിക്കൊക്കെ കൊണ്ടുപോകുക, അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ വെരി ബിഗ് ഷൗട്ട് ഔട്ട് ടു ഹാറൂൺ കബീർ. കാരണം എന്താ വെച്ചാൽ ഓൺ സാധിച്ചുകൊണ്ട് മാത്രമാണ്, ഓൻ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഹാറൂൺ കബീർ പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് ഓഷ്യൻ വൈപ്പർ. ഡു ചെക്ക് ഔട്ട് ഹിസ് ചാനൽ വൈപ്പേഴ്സ് റൂം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡു ഫോളോ ഹിസ് ഇൻസ്റ്റാ പേജ്. ഓഷ്യൻ വൈപ്പർ എന്നാണ് അവൻ്റെ വണ്ടിയുടെ പേരും ഇൻസ്റ്റയുടെ പേരും. അപ്പോൾ ഒരു മോഡിഫൈഡ് സിവിക്കാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഹാറൂൺ കബീർ. താങ്ക് യു സോ മച്ച് ഹാറൂൺ. അപ്പോൾ പുള്ളിക്കാരൻ നടന്നത് എൻ്റെ ഒപ്പം ജ്യോതിയിൽ പഠിച്ചതാണ്. എഞ്ചിനീയറിംഗ് വരെ ബാച്ച് ഞങ്ങൾ മെക്കട്രോണിക്സും ഞാൻ ട്രിപ്പിൾ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഹാറൂൺ കബീർ. അൽഹംദുലില്ലാ പുള്ളിക്കാരൻ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഇപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ നമുക്കിനി ആ ഒരു വ്ളോഗിലേക്ക് വ്ളോഗ് വിത്ത് ഓഷ്യൻ വൈപ്പർ മോഡിഫൈഡ് സിവിക് നമുക്കത് കാണാം. ഓക്കെ, ബൈ ഗൈസ്. വണ്ടിയുടെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ്. നമ്മൾ എത്തിയ പാടെ തന്നെ ഞങ്ങൾ ഇറങ്ങി, കാരണം കോളേജ് പേടിയും മുടക്കണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ അപ്പോൾ ഇറങ്ങി. അപ്പോൾ ബാക്കി വിശ്വാസം കാണാം. അപ്പം നമ്മളിപ്പോൾ രാവിലെ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഹാറൂണിൽ നിന്ന് ഓഷ്യൻ വൈപ്പർ എടുത്ത് ഞങ്ങളിതാ ഇപ്പോൾ മാള ഹോളി ഗ്രേസ് കോളേജിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഹാറൂണിൻ്റെ കസിനും ഉണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അൻഫാസ് ആണ്. അപ്പോൾ നമുക്കിനി മാളയിൽ നമുക്ക് എത്തി. മാളയിൽ ആ ഹോളി ഗ്രേസ് പരിപാടി നമുക്ക് കളറാക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ ഒരു സ്വിഫ്റ്റ്, മോഡിഫൈഡ് സ്വിഫ്റ്റും കൂടി ഉണ്ട് നമ്മളൊപ്പം. അപ്പോൾ നമ്മൾ എല്ലാവരായിട്ട് നമുക്ക് ആ പരിപാടി ഉഷാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ ഇതാ ഒരു പമ്പിൽ കയറി ഇതാ എയർ അടിക്കാൻ വേണ്ടി, ഇന്ത്യൻ പമ്പിൽ കയറി ഞങ്ങളിതാ എയർ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ എയർ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാ എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടിയിൽ. മോനെ നമ്മൾ എയർ അടിക്കുക. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഗതാഗതികൾ. ഏതാ ലുക്കിലെ കപ്പാത്താലൊരു അഴക്, അതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ പമ്പിലേക്ക് വന്നിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇതാണ് വൈപ്പേഴ്സ് റൂം. അവൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ എല്ലാം പടപടാന്ന് കുട്ടികൾക്കായി. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ പ്രദർശനത്തിലിട്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെയൊക്കെ ഗൂയിസൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൂയിസ്. എന്നിട്ട് കാഴ്ചകളിലാണ് നമ്മളിരിക്കുന്നത്. ഓ ഗൈസ്, അപ്പോൾ സമയം 11:45 ആയിരുന്നു. 11:45 ആയിട്ട് എൻട്രി അടിപൊളിയായിരുന്നു. എൻട്രി കഴിഞ്ഞു. എല്ലാവരൊക്കെ ക്രൗഡ് ഇതാ കുറഞ്ഞ് വരികയാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ക്രൗഡ് വരികയെന്നാണ് ചോദിക്കാൻ പറ്റുന്നത്. പോയിട്ടുള്ളവരൊക്കെ അങ്ങനെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടായിരുന്നു, നമുക്ക് ഇതിനെപ്പറ്റൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞങ്ങോട്ട് സമ്മതിച്ച് കൊടുക്കുക. ഗൈസ്, ആ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി. ഒരു പോളോ ഉണ്ട്, ഒരു സിവിക്ക്, അടുത്ത സിവിക്ക്, പിന്നെ നമ്മുടെ ഹാരി കിഡ് മച്ചാൻ്റെ വണ്ടി, എന്ന് പറഞ്ഞ പൊട്ടണ വണ്ടി, പിന്നെ നമ്മുടെ ബാർബി വണ്ടി. ബാറ്റ്റോൾ, ഞാൻ ഒരു ഡാൻസർ, റെവല്യൂഷൻ കിറ്റ് കയറ്റിയിട്ടുള്ള ഡാൻസർ. അങ്ങനെ കുറച്ച് ബൈക്കുകൾ ബൈക്ക് ഷോ
ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളിവിടെ ഇങ്ങനെ ബൈക്കിലാണ് പൊട്ടിക്കലാണ് ഈ ശബ്ദങ്ങളൊന്നും കേട്ടിട്ട് ഒന്നും ഇളക്കാതെ കൊച്ചി രാജാവിന്റെ ദിലീപിനെ പോലെ നിൽക്കുന്ന ഹാരിക്കിട്ടാണ് കഴിച്ചത്. ക്രൗഡാണ് ഗൈസ് കാണുന്നത്. പൊട്ടിക്കാൻ ഗൈസ്, പൊട്ടിക്കാൻ പറയുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, ക്രൗഡ് കാരണമാണ് ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഭയങ്കര ശബ്ദമാണ്, പക്ഷെ അതൊന്നും അല്ല കാര്യം. ഈ ക്രൗഡ് കാരണമാണ് പ്രശ്നമൊന്നുമല്ല, ഈ ഭയങ്കര ക്രൗഡ് കാരണം. അപ്പൊ ആൾക്കാരെ കുറച്ചങ്ങനെ നീക്കി അവിടെ ഒരു വേലി കെട്ടിയിട്ട് നിങ്ങൾ എന്താ ചായക്കോന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി അപ്പൊ അവരുടെ ആ ഒരു വേലി കെട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തായാലും പടപടാന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം പൊട്ടിക്കണ പോലെ അങ്ങോട്ട് പൊട്ടിക്കാം. ഇവിടെ മോനെ ഒരു രക്ഷയില്ല, ഭയങ്കര എന്താ പറയാ, പിള്ളേരൊക്കെ മുഖത്തൊക്കെ കാണുമ്പോഴല്ലേ ആ ഒരു സന്തോഷം, ആ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ക്രൗഡ് കാണിച്ചു ഗൈസ്. നോക്കൂ ഗൈസ്, ഈ ക്രൗഡ് കണ്ടോ ഗൈസ്. നമ്മുടെ ഓഷൻ വൈപ്പറും ഹാരിക്കിട്ടും മച്ചാൻ്റെ വണ്ടിയെയും ഒക്കെ കാണാൻ വേണ്ടി എല്ലാവരുടെയും വണ്ടിയുണ്ട്. നമ്മുടെ വണ്ടി രണ്ടുപേരുടെ വണ്ടി മാത്രമല്ല, എല്ലാവരുടെ വണ്ടിയുടെ ഭംഗിയും സൗണ്ടും അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ക്രൗഡ് കാരണം ഇത്രയും കണ്ട പിള്ളേരൊക്കെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് ജാതി സന്തോഷമാണ് ഗൈസ്. ക്രൗഡ് കാരണം ഇപ്പം സാറുമാരൊന്ന് മക്കളെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി നമുക്കൊന്ന് ഈ ക്രൗഡിനൊന്ന് നിയന്ത്രിച്ചിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചു എന്നാണ് ഇവിടുത്തെ സാറുമാർ പറഞ്ഞത്. അത്രയും ഫ്രീഡമുള്ള അടിപൊളി സാറുമാരാണ് ഇവിടുത്തെ. അപ്പോൾ ബൈക്കർമാർ നമ്മുടെ മുന്നിലായിട്ടിട്ട് പെട്ടപ്പെടാ പൊട്ടിക്കുന്നുണ്ട്. കാറുകളാണെങ്കിൽ ഇവിടെ വരിയായിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഹാരി മച്ചാനെ കറക്റ്റാ മറ്റേ കൊച്ചി രാജ്യത്ത് ദിലീപിനെ പോലെയായിരുന്നു. എന്ന് പൊട്ടിക്ക് എല്ലാവരും പറഞ്ഞു പൊട്ടിക്ക് ചേട്ടാന്ന് പറയുമ്പോൾ ഹാരിക്കിട്ട് മച്ചാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പം സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ക്രൗഡിനൊന്ന് ഒന്ന് സെറ്റിലാക്കിയിട്ട് വേണം നമ്മളിനി അടുത്ത പടപടാന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഓഷൻ വൈപ്പർ, ഹാറൂൺ കബീർ, താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റി സുഹേൽ ഖാൻ വ്ളോഗ്സിന് കിട്ടിയതിന് so much thank you, big shout out. Do follow Ocean Viper on Instagram and do follow on YouTube. Vipers Room എന്നാണ് എൻ്റെ പേര്. ഹാറൂൺ കബീർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ നമുക്ക് അവനെയും ഫോളോ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഷോകളൊക്കെ ഉണ്ടെങ്കിൽ ഓഷൻ വൈപ്പറെ വിളിച്ചാൽ മതി. അവൻ്റെ കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇൻസ്റ്റയും ഫോളോ ചെയ്യുക. മാൻ, ഈ വണ്ടിയുടെ ഭംഗി കാണാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നു. നമുക്ക് ആ ക്രൗഡൊന്നും പേരേക്ക് ഫുള്ളായിട്ടും കൂടി കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഓഷൻ വൈപ്പർ ഫെൻ ബോയ് സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഹാരി മച്ചാൻ, അവർക്ക് മൈൻഡ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹാരി മച്ചാൻ്റെ കറിയാണ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്രൗഡ്? എങ്ങനെയുണ്ട് ക്രൗഡ്? നല്ല രീതിയിൽ ക്രൗഡുണ്ട്. അപ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കണാരും ക്രൗഡ് കൂടുന്നവരും സൗണ്ട് ഉണ്ടാക്കരുതെന്നാണ് പറയാറ്. സാധാരണ തിരിച്ചാൽ പറയാറ് സൗണ്ട് ഉണ്ടാക്കിയാലും തലവേദനയാണെന്നാണ് പറയാറ്. ഇവിടെ ക്രൗഡ് കാരണം ഒന്ന് ക്രൗഡിനെ ഒന്ന് ശാന്തമാക്കി സൗണ്ട് ഉണ്ടാക്കിയെന്നാണ് സാറുമാർ പറയുന്നത്. അത് അത്ര അടിപൊളി ക്രൗഡാണ്, അത്ര അടിപൊളി ഇവൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വണ്ടികളൊക്കെ വന്നത് നല്ല അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ക്രൗഡിൻ്റെ ഓരോ വിശ്വസിക്കാം. അപ്പോൾ ഗൈസ്, ഓഷൻ വൈപ്പറിൽ ഇത്രയും പിള്ളേർ വന്ന് വണ്ടി നോക്കുകയാണ്. ഓഷൻ വൈപ്പറിൻ്റെ എഞ്ചിൻ്റെ പറ്റിയും അവരെങ്ങനെയാണ് എക്സോസ്റ്റ് ചെയ്തത് പറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ വേറെ സീൻ. മോനെ ഒരു രക്ഷയില്ല. ഡേ വിത്ത് ഓഷൻ വൈപ്പർ വാസ് മാൻ. ഡേ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഒരു 10 ദിവസമായിട്ടുള്ളൂ. മോനെ ഒരു കരം തന്നെയാണ് കഴിച്ചതിനുള്ളിൽ കയറി പിള്ളേരുടെയൊക്കെ സന്തോഷം. പിള്ളേർ ഹോണടിക്കി പൊട്ടിക്ക് ഇതൊക്കെ പറയുമ്പോൾ മോനെ ആ സന്തോഷം വേറെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ കഴിച്ച് രാവിലെ 6 മണിക്ക് ഇറങ്ങിയാണ്. എനിക്ക് അത്യാവശ്യമാണെങ്കിൽ വയറ് കത്തി എരിയാണ് കഴിച്ചത്. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്, പക്ഷേ കഴിക്കണമെന്ന് തോന്നുന്നില്ല. ഇവര് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മോനെ ടപ്പ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ്, ഓഷൻ വൈപ്പറിന്റെ ക്രൗഡ് കണ്ടോ ഗൈസ്? നോക്കൂ.
ഗൈസ് ജാതി ക്രൗഡ് വന്നപ്പോഴത്തേക്കും ആകെ പൊടി മയമായി ഗൈസ് വണ്ടിയുടെ അവസ്ഥ ഉണ്ട്. അതുപോലത്തെ അവസ്ഥയാണ് നമ്മുടെ വണ്ടി. നമ്മളിപ്പോൾ വണ്ടി തുടക്കുകയാണ്. തുടച്ച് ഇഷ്ടം പൊടി ഒന്ന് മേടിച്ച് തട്ടിക്കളയാണ് ഗൈസ്. അപ്പോൾ ആദ്യത്തെ ഒരു ഉച്ച സെക്ഷൻ വരെ കഴിഞ്ഞു. മോനെ ദ ബ്ലാസ്റ്റ് ആയിരുന്നു ഗൈസ്. ക്രൗഡ് കാരണം അതെ പിള്ളേരൊക്കെ ജാതി സീനാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോണ ചെറുപ്പം മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. കോളേജുകാരുടെ ഫുഡ് വരുന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഫുഡ് കഴിക്കാൻ പോയ യാത്ര എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ചൂട് ചോറ്, സാമ്പാറും പിന്നെ പോലത്തെ അച്ചാറും പിന്നെ എന്തിട്ട് ഒരു തോരൻ പോലത്തെ ബീട്രൂട്ടും ബീൻസൊക്കെ ആയിട്ട് എന്തൊക്കെ ഫുഡൊക്കെ ഒരു തന്നു മോനെ. അത് കഴിച്ചു. അത് കഴിച്ച് ഞങ്ങളോട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉച്ച കാരണം കുറച്ച് തിരക്കുറവാണ്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം 2 മണി 3 മണിക്കാണ് അടുത്ത കുട്ടിക്കലിനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അതുവരെ പിള്ളേരുണ്ട്, പിള്ളേർ ബാക്കിലുണ്ട്. പിള്ളേർക്ക് വന്ന് വണ്ടി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ഒരു ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ വെറുതെ ഒരു തുടക്കട്ട് കൊടുത്താണ് കഴിച്ചത്. എല്ലാവരും തുടങ്ങി ആരും ഉണ്ടായതില്ല. സൗണ്ട് കേട്ടത് ആ ക്രൗഡുകളൊക്കെ വന്നു തുടങ്ങി. പിള്ളേർ ഓട്ടോഗ്രാഫി വെച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് ഗൈസ്. അൻപതിന്റെ പേര് ഇതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് കാഴ്ച ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഗൈസ് ഇതിൻ്റെ മോട്ടോർ ഷോയുടെ സൈഡിൽ തന്നെ ഒരു എക്സിബിഷൻ ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എക്സിബിഷന് കയറുന്നപ്പോൾ ഇതിൻ്റെ നീ മച്ചാൻ ഇരിക്കുന്നുണ്ട്. മച്ചാൻ ട്രിപ്പിങ്ങിന് തോന്നുന്നുണ്ട്. അനങ്ങളൊന്നുമില്ല. പരങ്ങി വേണം നനങ്ങിയത്. ബാക്കിയുള്ളത് ആ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇത് ബാക്കി ഇതാ ഇവിടെ ഒരു ഫണ്ട് അടിപൊളി സംഭവം. എൻ്റെ മോനെ അവതാരം മച്ചാന്മാര്. തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അൻഫാസിന് യൗവനം ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ കുറുമ്പുകളൊക്കെ കാണിച്ചു തുടങ്ങി. പണ്ട് ഇതേപോലെ അവൻ എന്തിലൊക്കെയോ കയറിയിട്ടാണ് കൊതംകുത്തി വീണ് അവൻ്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞത്. പാവം. ശരാ വീഴണേ, എന്തെങ്കിലൊക്കെ പറ്റണേ. ഒന്നും പറ്റിയില്ലേ? ശരാക്കൊന്നും കുത്തി വീഴണേ. എന്ത് ആർമിയിലാ? ഓ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഗൈസ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാൻറ് ഉരിപ്പുണ്ട. അവി പാൻറ് ഊരിനെ മേടിക്കറ്റ്. അൻഫാസ് ഉണ്ടല്ലേ ഇങ്ങനെ പറയുമ്പോഴേക്കാണ് വീട്. അൻഫാസ് ഉണ്ടല്ലേ? കേറി കേറി. പരിപാടിയൊക്കെ കളറായി. പരിപാടിക്ക് ഇതാ എബൌട്ട് ടു എൻഡാണ്. അങ്ങനെ സ്വിഫ്റ്റും
ഈ സ്വിഫ്റ്റ് ഡീസലാണ് മോനെ. ഇത് ഒരു രക്ഷയില്ല. പെട്രോള് പെട്രോൾ. ഇതിൻ്റെ പെയിൻറ്റിങ് അടിപൊളിയാണ് കേട്ടോ. ബോണറ്റിൻ്റെ പെയിൻറ്റിങ് ഏതാല്ലേ. ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ്. ഞങ്ങളിതാ പുറത്തിറക്കിയിട്ടു. ഞങ്ങളിതാ ഇനി പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പറഞ്ഞാണ് ഓഷൻ വൈപ്പറായിട്ട്. വളരെ അടിപൊളി അനുഭവമായിരുന്നു. ബാക്കി നമുക്ക് വണ്ടിയിൽ ഉള്ളിലേക്ക് സംസാരിക്കാം. ഗായ്സ് പരിപാടിയൊക്കെ അങ്ങനെ പരിപാടിക്ക് ഉഷാറായിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനെ അടിപൊളി പരിപാടിയായിരുന്നു. ഓഷൻ വൈപ്പറേയും കൊണ്ട് ഇത്രയും അട്രാക്ഷൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് തന്നെ ചെയ്തില്ല. മോനെ വഴി കൂടെ പോകുമ്പോൾ പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. രാവിലെ പോകുമ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പോകുമ്പോൾ തന്നെ വണ്ടിയിൽ ബൈക്കിൽ പോകുന്ന പിള്ളേരൊക്കെ അപ്പം തന്നെ വീഡിയോ എടുക്കും. വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഓഷൻ വൈപ്പറെ കൊണ്ട്. അപ്പോൾ താങ്ക് യു അഗെയിൻ. താങ്ക് യു. എ ബിഗ് ഷോട്ട് ഔട്ട് ടു ഹാറൂൺ കബീർ ആൻഡ് ഓഷൻ വൈപ്പർ. ഡു ചെക്ക് ഔട്ട് ഹിസ് പേജ്. ഡു ഫോളോ, സബ്സ്ക്രൈബ് ഹിം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ദ വൈപ്പേഴ്സ് റൂം എന്നാണ് അതിൻ്റെ പേര്, അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഗായ്സ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇപ്പോൾ ഇടമുട്ടത്ത് തിരികെയാണ്. അപ്പോൾ ഇടമുട്ടത്ത് ഞങ്ങളിതാ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടമുട്ടത്ത് ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിടും. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. മോനെ നല്ല പൊടിയായി. അവിടുത്തെ ക്രൗഡിൻ്റെ ഇതും എല്ലാം കഴിഞ്ഞിട്ട് നല്ല പൊടിയായി. വണ്ടി അവിടെ പോയിട്ട് അവിടെ നിന്ന് വാഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിക്കും ഫാസ്റ്റും.